നമസ്കാരം. 7 സീറ്റർ വാഹനങ്ങളോട് ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക ആരാധനയാണുള്ളത്. ടൊയോറ്റയുടെ ഇന്നോവയാണ് ഈ ഒരു വിഭാഗത്തിൽ ജീവൻ നൽകിയതെങ്കിലും സാധാരണക്കാരന്റെ 7 സീറ്റർ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് മാരുതി സുസുക്കി എർട്ടിഗയാണ്. കുറഞ്ഞ വിലയും നല്ല എഞ്ചിനും മൈലേജും ആവശ്യത്തിന് സ്പേസും എല്ലാമായി മോഡൽ ഹിറ്റായി. എന്നാൽ ഫീച്ചറുകളുടെ കുറവ് അപ്പോഴും ഈ വാഹനത്തിൽ നിഴലിച്ചുവെന്ന് വേണം പറയാൻ. അങ്ങനെ നിരാശയായിരുന്നവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ട വാഹനമായിരുന്നു കിയ കാരൻസ്. ഇന്നോവ വാങ്ങാൻ കാശില്ലാതിരുന്നവരെ ആകർഷിക്കാൻ കക്ഷിക്ക് സാധിച്ചുവെന്ന് വേണം പറയാൻ. അങ്ങനെ അതിവേഗം ഹിറ്റായ കിയ കാരൻസ് ഇന്ന് 2 ലക്ഷത്തിലധികം ആളുകളുടെ വീട്ടിലെ രഥമായി നിലകൊള്ളുന്നുണ്ട്. കുറഞ്ഞ വിലയോടൊപ്പം വൈവിധ്യമാർന്ന എഞ്ചിൻ, ട്രാൻസ്മിഷൻ ചോയ്സുകളും മോഡേൺ ഫീച്ചറുകളും കൂടിയാവുമ്പോൾ സംഗതി ഉഷാറാവുന്നുണ്ട്. ഇപ്പോഴിതാ 2024-25 സാമ്പത്തിക വർഷത്തെ കാരൻസ് MPVയുടെ വിൽപ്പന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇക്കാലയളവിൽ കിയ കാരൻസിന്റെ 64,609 യൂണിറ്റുകളാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾക്ക് വിറ്റഴിക്കാനായിട്ടുള്ളത്. 2023-2024 കാലഘട്ടത്തെ 63,167 യൂണിറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിൽപ്പനയിൽ 2% വളർച്ച കൈവരിക്കാനും MPVക്കായിട്ടുണ്ട്. 7 സീറ്റർ സെഗ്മെന്റിലെ വിൽപ്പന കണക്കുകളിൽ 6ാം സ്ഥാനത്താണ് കാരൻസ് എങ്കിലും വിൽപ്പനയിലെ ചെറിയ വർധനവ് കിയയ്ക്ക് ആശ്വാസമാണ്. മാരുതി സുസുക്കി എർട്ടിഗ, മഹീന്ദ്ര സ്കോർപിയോ, ടൊയോറ്റ ഇന്നോവ, മഹീന്ദ്ര ബൊലേറോ, മഹീന്ദ്ര XUV 700 എന്നിവയാണ് ആദ്യ 5 സ്ഥാനങ്ങൾ നേടിയത്. വരും മാസങ്ങളിൽ കൂടുതൽ ആളുകളെ ആകർഷിക്കാനായി കിയ കാരൻസിന്റെ പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ മെയ് 8-ന് കമ്പനി പുറത്തിറക്കും. റിപ്പോർട്ടുകൾ കാരൻസിന് ഒരു പുതിയ പേര് ലഭ്യമാക്കുമെന്നും സൂചനയുണ്ട്. പുത്തൻ ആവർത്തനം എത്തിയാലും നിലവിലെ മോഡൽ വിൽപ്പനയിൽ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്ന കാരൻസ് നിർത്തലാക്കുന്നതിന് പകരം 2 മോഡലുകളും ഒരുമിച്ച് വിൽക്കാനാണ് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ തീരുമാനം. അതായത് ടൊയോറ്റ ഇന്നോവ നിരയിൽ ക്രിസ്റ്റയും ഹൈക്രോസും അവതരിപ്പിച്ച അതേ തന്ത്രമായിരിക്കും കിയ പയറ്റുകയെന്ന് ചുരുക്കം. റീഡിസൈൻ ചെയ്ത ഹെഡ്ലാമ്പുകൾ, സ്ലീക്കർ ഫ്രണ്ട് ഗ്രിൽ, പുതുക്കിയ ഫ്രണ്ട് ബമ്പർ, പുതിയ അലോയ് വീലുകൾ എന്നിവയെല്ലാം മുഖമിനുക്കിയെത്തുന്ന വാഹനത്തിൽ എത്തിച്ചേരും. ഇതുകൂടാതെ പിൻഭാഗത്ത് പുതുക്കിയ LED ലൈറ്റ് ബാർ, പനോരമിക് സൺറൂഫ്, വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, പുതിയ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, 360° ക്യാമറ, ലെവൽ 2 അഡാസ് തുടങ്ങിയ സവിശേഷതകളോടെയാവും പുതുപുത്തൻ കിയ കാരൻസ് രംഗത്തിറങ്ങുക. അതായത് മുൻഗാമിയേക്കാൾ പ്രീമിയം ഫീലായിരിക്കും ഫേസ് ലിഫ്റ്റ് പതിപ്പിനുണ്ടാവുക എന്ന് സാരം. എഞ്ചിൻ ഓപ്ഷനുകളും ട്രാൻസ്മിഷൻ ചോയ്സുകളും എല്ലാം സമാനമായിരിക്കും. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എന്നിങ്ങനെ 3 എഞ്ചിനുകളാവും കാരൻസ് MPVയിൽ ഉണ്ടാവുക. ഇതിൽ ആദ്യത്തെ NA പെട്രോൾ 115 bhp പവറിൽ പരമാവധി 144 Nm ടോർക്ക് വരെ നൽകുമ്പോൾ ടർബോ പെട്രോൾ 160 bhp കരുത്തിൽ 253 Nm ടോർക്ക് ആയിരിക്കും സമ്മാനിക്കുക. ഇനി കാരൻസിലെ ഡീസൽ എഞ്ചിനിലേക്ക് വന്നാൽ 116 bhp പവറിൽ 250 Nm ടോർക്ക് വരെ നിർമ്മിക്കാൻ ശേഷിയുള്ളതായിരിക്കും ഇത്. 6 സ്പീഡ് മാനുവൽ കാരൻസിന്റെ ടർബോ പെട്രോളിനൊപ്പം 6 സ്പീഡ് IMT അല്ലെങ്കിൽ 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ലഭ്യമാകും. 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ലഭിക്കും. അതേസമയം ഡീസൽ എഞ്ചിൻ 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടബിൾ ഓട്ടോമാറ്റിക്കുമായാവും വരിക. നിലവിൽ 10.60 ലക്ഷം മുതൽ 19.70 ലക്ഷം രൂപ വരെയാണ് വിലയെങ്കിലും പുതു മോഡലിന് അല്പം ഉയർന്ന തുക മുടക്കേണ്ടി വന്നേക്കും എന്നാണ് വിലയിരുത്തലുകൾ.